സ്വതന്ത്രനാണ്, സ്വതന്ത്രമായി തീരുമാനം എടുത്ത് എന്നൊക്കെ പറയുന്നത് ശരിയാണ്. ഏതൊരുവനും ലോസിന് പുറമെ ഏതെങ്കിലും ചിന്തകളുടെയും ആശയങ്ങളുടെയും വികാരത്തിന്റെയും അടിമയായിരിക്കില്ലേ? എന്താണ് സ്വതന്ത്ര ചിന്ത എന്ന് ഞാൻ വളരെ 100 തവണ പറഞ്ഞിട്ടുണ്ട്. സ്വതന്ത്ര ചിന്തൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ അതായത് ഒരു വാക്ക്, എല്ലാ വാക്കും ഒരു പരിമിതിയാണ് അല്ലേ? നിങ്ങൾ പറഞ്ഞത് ടു നെയിം ഈസ് ടു കിൽ ആൻഡ് ടു സജസ്റ്റ് ഈസ് ടു ക്രിയേറ്റ് എന്ന് പറയാറുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒന്നിനും ഒരു പേര് കൊടുത്തത്, അത് മലാർമയുടെ ഒരു വാചകമാണ്. പേരിടുമ്പോൾ നിങ്ങൾ അതിനെ നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതേസമയം നിങ്ങൾ സജസ്റ്റ് ചെയ്യാനേ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് നിങ്ങൾ ഒരു കാര്യം സജസ്റ്റ് ചെയ്യുക. അത് പൊക്കമുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം പൊക്കമുള്ള ഒരുപാട് പേര് ആണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അത് പൊക്കമുള്ള ആരും ആകാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരാകാം, അല്ലേ? നമ്മൾ എല്ലാം സജസ്റ്റ് ചെയ്യണം, ഓൺലി സജഷൻസ്, യു ഡോണ്ട് നെയിം ഇറ്റ്. പക്ഷെ നമ്മൾ പറയുന്നത് വ്ളാഡിമിർ പുടിൻ, റഷ്യൻ പ്രസിഡന്റ്, ആ പേര് മൊത്തം നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു വ്യക്തിയാണ്. അതോടുകൂടി അത് മറ്റൊന്നാകാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ലാതാവും. ഇപ്പൊ സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പോൾ എല്ലാ സർവസ്വതന്ത്ര, എന്താണ് ഈ സർവതന്ത്ര സ്വതന്ത്രത? ഇത് ചില അതിനെക്കുറിച്ച് യാതൊരു കഴമ്പും ദാഷും ഇല്ലാത്ത ടീമുകളാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് നമ്മൾ എത്രമാത്രം സ്വതന്ത്രമാണ്? നമ്മൾ സ്വതന്ത്രമൊന്നുമല്ല. നമ്മൾ ഒരുപാട് നിയമങ്ങൾ അനുസരിക്കുന്നുണ്ട്. ഭൗതിക നിയമങ്ങൾ ആദ്യമായിട്ട് അനുസരിക്കുന്നുണ്ട്, അല്ലേ? ഈ ഭൂമിയും ഇവിടെയുള്ള ഭൗതിക നിയമങ്ങൾ, ഇതിനെല്ലാം തന്നെ നിങ്ങൾ അടിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിമയല്ല. നമ്മൾ വിധേയമായിട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് വിധേയമായിട്ടേ നമുക്ക് ജീവിതം ഉണ്ടാവും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞു പോവും, പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിപ്പോവും. അപ്പോൾ അത് ഉയർന്ന മർദ്ദത്തിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാവില്ല. ഉയർന്ന ടെമ്പറേച്ചറിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഗുരുത്വം അതൊരു നിയമമല്ലേ? ഇനി സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറൊരാളോട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഈ തുണി ധരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഈ ക്യാമറ അല്ലെ വേറെ ആരും ഇല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. വെറുതെ ഇതൊക്കെ കൊണ്ടുവന്ന് കുറെ കൂടെ ഫ്രീ ആയിട്ടിരിക്കാം, അതും സ്വാതന്ത്ര്യമാണ്, അല്ലേ? അപ്പം ആളുകൾ കൂടുതൽ, സമൂഹം ഉണ്ടാവാൻ നിയമം ഉണ്ടാവും. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൺസെൻസസ് ആണ്. ആ നിയമങ്ങൾ നമ്മൾ പാലിക്കുക എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ തടയുന്നെന്ന് ചോദിച്ചാൽ എല്ലാ നിയമവും ബന്ധനമാണ്, എല്ലാ നിയമവും സാധ്യതയാണ്, എല്ലാ നിയമവും ശിക്ഷയാണ്. ബന്ധനം, സാധ്യത, ശിക്ഷ, അത് എല്ലാ നിയമങ്ങളിലും ഉണ്ട്. എന്നാൽ എന്താണ് സ്വതന്ത്ര ചിന്ത നമ്മൾ ഉദ്ദേശിക്കുന്നത്? പ്രധാനമായിട്ടും ഒരു സമൂഹത്തിൽ മറ്റു കാര്യങ്ങൾ, അതർ തിങ്സ് റിമെയിൻ ദ സെയിം. അതാണ് സെറ്ററീസ് പാരിബസ്. നിങ്ങളും വസ്ത്രം ധരിക്കണം, ഞാനും വസ്ത്രം ധരിക്കണം. നിങ്ങളും ട്രാഫിക് വയലേഷൻ ഇതടക്കണം, ഞാനും അടയ്ക്കണം. നിങ്ങളും അതിന് ചെയ്യണം, ഇതും ചെയ്യണം. ഇതെല്ലാവർക്കും തുല്യമായിട്ടുള്ളതാണ്. പിന്നെന്താണ് സ്വതന്ത്ര ചിന്ത എന്ന് അത് കഴിഞ്ഞാണ്. അത് ഈ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. ഒരു പൗരന് ബാധകമായിട്ടുള്ള കാര്യം ആണ് നമ്മൾ കാണേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് സർട്ടൻ ഏരിയാസ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങൾ സോഷ്യൽ, നിങ്ങൾ ചിന്തിക്കുന്ന രീതി, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ സമൂഹത്തിലെ ഇപ്പൊ തന്നെ ഏതെങ്കിലും നിങ്ങൾ പറയാ ഒരു ഗ്രൂപ്പിനോടുള്ള ഒരു വിധേയത്വം, ഒരു അസിമിലേഷൻ, ആ ഗ്രൂപ്പിന്റെ പ്രശ്നം, പ്രത്യേകിച്ച് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ട്രൈബലിസം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പോൾ ട്രൈബലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആരാണോ കുറ്റം ചെയ്യുന്നത് അയാളെ ശിക്ഷിക്കുക, ആരാണോ നല്ലത് ചെയ്യുന്നത് അയാളെ അഭിനന്ദിക്കുക, അയാൾക്ക് പാരിതോഷികം കൊടുക്കുക. ഈ കളക്റ്റീവ് റിവാർഡ്, കളക്റ്റീവ് പണിഷ്മെന്റ് പാടില്ല. അതാണ് നമ്പർ 1. ഒരു വ്യക്തിയെ വ്യക്തിയായിട്ട് കാണുക, അവനെ ഒരു കൂട്ടത്തിൽപ്പെട്ട, അല്ലെങ്കിൽ എന്താണ് കേക്കിന്റെ ഒരു അംശം, അല്ലെ പഞ്ചസാരയിൽ ഒരു തരി പോലെ അല്ല വ്യക്തിയെ കാണേണ്ടത് എന്നുള്ള ചിന്തയാണ് ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. ആ രീതിയിൽ നമ്മൾ ഒരു ലോകഭീഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്വതന്ത്ര ചിന്തയുടെ അടിസ്ഥാനം. അതാണ് സ്വതന്ത്ര ചിന്ത. അങ്ങനെ ഉണ്ടോ എന്നാണ് നോക്കുക. നിങ്ങൾ ഒരാളെ വ്യക്തിയായിട്ട് കാണുന്നുണ്ടോ? ഇതാണ് പ്രധാനം. ഇപ്പൊ ഗാസയിലെ കളക്റ്റീവ് പണിഷ്മെന്റിനെ ഞാൻ എതിർക്കുന്നതിൻ്റെയും ഞാൻ അതിനെ തള്ളുന്നതിൻ്റെയും പ്രധാന കാരണം ഇതേ ട്രൈബലായിട്ടുള്ള ആറ്റിറ്റ്യൂഡിനുള്ള എതിർപ്പുകാരനാണ്. വി ക്യാൻറ്റ് അക്സെപ്റ്റ് ദാറ്റ്. മറിച്ച് ഈ യുദ്ധത്തിൽ അത് സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിൽ പലപ്പോഴും അത് സാധ്യമാകില്ല. യുദ്ധം പലപ്പോഴും കളക്റ്റീവ് പണിഷ്മെന്റ് ആണ്, കളക്റ്റീവ് റിവാർഡായിട്ടും വരും. ഇതാണ് സ്വതന്ത്ര ചിന്തയും അത് നമ്മളുടെ വ്യത്യാസം. പിന്നെ നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്, ലൈക്ക് ജാതി, മതം, രാഷ്ട്രീയം. കണ്ടോ, ഓരോരുത്തർ എല്ലാം അവർക്ക് വേണ്ടി അഭിപ്രായമല്ല പറയുന്നത്. അവരൊരു കൂട്ടമാണ്, കൂട്ടത്തിന് വേണ്ടി ബാർക്കിംഗ് ഫോർ ദെയർ ഗ്രൂപ്പ്സ്. അതാണ് ഇത് അടിസ്ഥാനം. ഇതാണ് ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻറ്റ്, യു ആർ നോട്ട് എ പാർട്ട് ഓഫ്. നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഇത് എത്ര ഏരിയ, എത്ര സ്ഥലത്ത് ഇത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വളരെ കുറച്ച് സ്ഥലത്തെ, ആ സ്ഥലത്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് സ്വതന്ത്ര ചിന്ത. അല്ല, സോ ഇറ്റ്സ് നോട്ട് ഇൻഫിനിറ്റ് അല്ല, അതിന് പരിധിയുണ്ട്. സ്വതന്ത്ര ചിന്തയ്ക്ക് പരിധിയുണ്ട്,
കാരണം ഞാൻ പറഞ്ഞില്ല, ഭൗതിക നിയമങ്ങളും പ്രാപഞ്ചിക നിയമങ്ങളും സാമൂഹ്യ നിയമങ്ങളും കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമങ്ങളും ലീഗൽ ഒരുപാട് നിയമങ്ങളുടെ കീഴിലാണ്. പിന്നെ നിങ്ങളൊരു ഓർഗനൈസേഷൻ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ സ്വതന്ത്ര ചിന്തകനാണ്, ഞാൻ ഇവിടുത്തെ ഓഫീസ് മേധാവിയെ ഒന്നും അംഗീകരിക്കില്ല, ഞാൻ അത് അംഗീകരിക്കില്ല, ഇത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. നിങ്ങൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഇതാണ്. സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പോൾ പരിമിതമാണ്, പരിധിയുള്ളതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് തന്നെയാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും വലിയ ചിന്തകന്മാരെന്ന് പറയും സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ എത്രമാത്രം സ്വതന്ത്രമാണ്, നിങ്ങൾക്ക് അതിനോട് ഇതുണ്ടാകില്ലേ, ഇതിനോട് ഇതുണ്ടാകില്ലേ, പിന്നെ വികാരം ഉണ്ടാകില്ലേ, വിചാരം ഉണ്ടാവില്ലേ. സത്യത്തിൽ അതൊരു ചോദ്യമാണ്, ഒരു നിലവാരമുള്ള ചോദ്യമാണ്. ഇത് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പരിധിയും പരിമിതിയും ലോകത്തെ എല്ലാത്തിനും ഉണ്ട്. സ്വാതന്ത്ര്യത്തിനുണ്ട്. സ്വാതന്ത്ര്യം, അൺലിമിറ്റഡ് സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്കും ഇല്ല, ഒരു മോളിക്യൂളിന് പോലും ഇല്ല, ഒരു കണത്തിന് പോലും ഇല്ല. സെറ്ററിസ് പാരിബസ് ഇതാണ്. അതർ തിങ്സ് റിമെയിൻ ഈക്വൽ, ഹൗ മച്ച് ഫ്രീഡം യു ഹാവ് ഓർ ഹൗ മച്ച് ഫ്രീഡം യു പ്രിഫർ. ഇതാണ് ചോദ്യം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇത് എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്, പിന്നെയും വന്നുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്.